കോണ്ടാക്ടർ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ വീഡിയോയിൽ ഒരുപാട് വന്നൊരു കമന്റ് ആയിരുന്നു ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം കൂടി ആഡ് ചെയ്യാനായിട്ട്. ഈ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കിയാലോ. സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസിന്റെ സിമ്പലും അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. കോണ്ടാക്ടറിന്റെ ഹോൾഡിംഗ് സർക്യൂട്ടിൽ പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നാമത്തേത് കോണ്ടാക്ടർ തന്നെയാണ്, രണ്ടാമത്തേത് NO പുഷ് ബട്ടൺ, മൂന്നാമത്തേത് NC പുഷ് ബട്ടൺ. ഈ കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ എല്ലാ സിമ്പൽ. ആദ്യത്തേത് കോണ്ടാക്ടറിന്റെ കോയിലിന്റെ സിമ്പലാണ്, രണ്ടാമത്തേത് NO ആണ്, ലാസ്റ്റത്തേത് NC ആണ്. 230 വോൾട്ടിന്റെ കോയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫേസും ന്യൂട്രലും ഈ ഒരു കോയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ടർ ഓൺ ആവും. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഫേസിൽ യാതൊരുവിധ കൺട്രോളോ പ്രൊട്ടക്ഷനോ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസിന്റെ അകത്ത് നമ്മൾ ഒരു MCB ആഡ് ചെയ്യും. ഇപ്പോൾ ഈ കോണ്ടാക്ടറിലേക്ക് സപ്ലൈ വരുന്നത് ഈ ഒരു MCB ത്രൂ ആണ്. അപ്പൊ നമുക്കവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു കൺട്രോൾ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ട കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ടുള്ള കൺട്രോളാണ്. അതുകൊണ്ട് ഒരു നോർമലി ഓപ്പൺ പുഷ് ബട്ടൺ നമ്മൾ ഈ ഒരു MCBയുടെ ഔട്ടിൽ കണക്ട് ചെയ്യും. MCBയുടെ ഔട്ടിൽ നിന്ന് വരുന്ന സപ്ലൈ നേരെ നോർമലി ഓപ്പൺ പുഷ് ബട്ടണിൽ വന്നിട്ട് അതിൽ നിന്നായിരിക്കും കോണ്ടാക്ടറിന്റെ കോയിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ MCB നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കോണ്ടാക്ടർ ഓൺ ആവില്ല. കാരണം ഇവിടെ നോർമലി ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു പുഷ് ബട്ടൺ ഓപ്പൺ കണ്ടീഷനിലാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടി കണ്ടക്ടിവിറ്റി ഉണ്ടാവുകയും കോയിൽ എനർജൈസ് ആവുകയും കോണ്ടാക്ടർ ഓൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പുഷ് ബട്ടൺ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ കട്ട് ആവുകയും കോണ്ടാക്ടർ വീണ്ടും ഓഫ് പൊസിഷനിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് കോണ്ടാക്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാരലൽ സപ്ലൈ ആവശ്യമാണ്. ഈ പാരലൽ സപ്ലൈ നമ്മൾ NO ഇവിടെ ഔട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ NO ഓപ്പൺ ആവുന്ന സമയത്ത് ഈ ഒരു ഔട്ടിലുള്ള സപ്ലൈയും കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നോർമലി ഓപ്പൺ പുഷ് ബട്ടൻ്റെ ഇൻപുട്ട് സൈഡിൽ നിന്നായിരിക്കും ഈ ഒരു സപ്ലൈ ലൂപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു സപ്ലൈ നമ്മൾ ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ NO അവിടെ ബൈപ്പാസ് ആവും. MCB ഓൺ ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ നേരെ ഇതിലേ വന്നിട്ട് ഈ ഒരു NOനെ ബൈപ്പാസ് ചെയ്തിട്ട് ഈ ഒരു റൂട്ടിൽ കൂടി കോണ്ടാക്ടറിലേക്ക് വരും. സോ ഈ ഒരു പാരലൽ സപ്ലൈ കൊടുക്കുന്നതിൽ നമ്മൾ കോണ്ടാക്ടറിന്റെ ഒരു NO പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു MCB ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 NO പോയിന്റേയും ഇൻപുട്ട് സൈഡ് വരെ എപ്പോഴും സപ്ലൈ ഉണ്ടാവും. ആദ്യത്തെ NO എന്ന് പറയുന്നത് നമ്മുടെ പുഷ് ബട്ടൺ ആണ്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ടറിലേക്കുള്ള സപ്ലൈ എത്തും, കോണ്ടാക്ടർ ഓൺ ആവും. കോണ്ടാക്ടർ ഓൺ ആയതിനു ശേഷം മാത്രമായിരിക്കും ഈ കോണ്ടാക്ടറിന്റെ NO ക്ലോസ് പൊസിഷനിലേക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് ഈ പാരലൽ സപ്ലൈ ആക്റ്റീവായി. ഇനി നമ്മൾ ഈ ഒരു പുഷ് ബട്ടൺ റിലീസ് ചെയ്താലും ഈ പാരലൽ സപ്ലൈ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു കോണ്ടാക്ടർ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ടറിന്റെ NO ത്രൂ വരുന്ന ഈ ഒരു സപ്ലൈ നമ്മൾ കട്ട് ചെയ്യണം. ഈ സപ്ലൈ വരുന്നത് MCBയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് MCBയിൽ നിന്നും ഈ ഒരു കോണ്ടാക്ടറിന്റെ NOയിലേക്കുള്ള ലൈനിൽ സീരീസ് ആയിട്ട് നമ്മളൊരു നോർമലി ക്ലോസ് പുഷ് ബട്ടൺ ആഡ് ചെയ്യും. ഈ പുഷ് ബട്ടൺ നോർമൽ സമയത്ത് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കുള്ളൂ ഈ ഒരു സപ്ലൈ കട്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോണ്ടാക്ടറിനെ ഓഫ് ചെയ്യാൻ സാധിക്കും.